ഇങ്ങനെ തന്നെ വീണു പാസ്റ്റർ വീണ് പിന്നെ അമ്മൂമ്മയും വീഴുന്നു. പാസ്റ്റർ ഇനിയില്ല. ഇനിയില്ല. ഇനി ഹോസ്പിറ്റലിലൊന്നും പോണ്ട. ഓക്കെ ഓക്കെ. ഇനി പാസ്റ്ററിനെ കാണാൻ പറ്റൂല കേട്ടാ. അപ്പൊ മാധ്യമങ്ങൾ മൊത്തം അറിഞ്ഞു ഇവിടെ 2 പേരുണ്ടെന്നുള്ളത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെ എടുത്തിടാൻ ഇവിടെ അങ്ങനെയുള്ള ആരുമില്ല. സത്യത്തില് ഈ കിണറിന്റെ ഒരു ആൾമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരടി പോലും ഇല്ല എന്നുള്ളത്. അവര് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവോ, നമ്മളോട് പറയുവോ? അപ്പൊ ഈ പാസ്റ്റർ ഇവിടെ വന്ന് ഇങ്ങനെ ഈ സ്ഥലം തുടങ്ങിയിട്ട് എത്ര കാലമാവും? എന്റെ നാട്ടിലാണെങ്കിൽ ഒരു 13-14 വർഷത്തിനാണ്. 14 വർഷമായി പാസ്റ്റർ ഇവിടെയുള്ള ഈ രോഗശാന്തി ശുശ്രൂഷയാണ്. ഈ ഒരു ആരാധനാല എന്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു മാടക്കെട്ടം അഗ്നി ശുശ്രൂഷ എന്നൊക്കെ ബോർഡുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അസുഖങ്ങളും പ്രാരബ്ധ ദുഃഖങ്ങളൊക്കെ കുറയൂ. വാ നിന്റെ കൂടെ സംസാരിക്ക. വാണഞ്ഞിട്ട് അത് സഹോദരി തന്നെ. നിങ്ങളുടെ സഹോദരിയാ? പിന്നെ എന്റെ സഹോദരി ഇല്ല, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. എന്താന്ന് പറയുന്നത്? അത് വേറെ അവര് പടക്കം. ഓ അത് ശരി. ഓ ഇതിപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നലെ ഞാൻ കിണറാണ്. മുകളിൽ ഉണ്ടല്ലോ. അത് അവർ കൊടുത്തതാണ്. അവരാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ശ്യാമിന്റെ വീട്. ആര്? ശ്യാം. അല്ല അത് ഇവര് കൊടുത്ത സ്ഥലം. ഇത് വിറ്റതാണ്. വേറെ ഒരാള് അപ്പുറത്തൂടെ പോയി. അതെ, വേറൊരാള് ഇവർക്ക് വേണ്ടി എത്ര കാലം വേണം ജീവിച്ചോളാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥനയാലയായിട്ട് ജീവിക്കാൻ പറഞ്ഞു. ഈ ഇടയ്ക്ക് വെച്ച് മാറാൻ പറഞ്ഞു എന്നുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോഴും ചേട്ടാ 50,000 രൂപ ഇവർക്ക് കൊടുത്തു. 50,000 രൂപ ഇവർക്ക് കൊടുത്തു. 1,00,000 രൂപ വെച്ചോട്ടാ, അല്ലെങ്കിൽ എടുക്കൂല ദൂരം. 1,00,000 രൂപ ഇവർക്ക് ഇന്നലെ കൊടുക്കാവുള്ളത് കോടതി ഉത്തരവ്. ഓ അത് ശരി. അപ്പൊ കോടതി പറഞ്ഞതും പ്രകാരം 1,00,000 രൂപ ഇവർക്ക് കൊടുത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇന്നലെയാണ് മാറാവുള്ളത്. ഇന്നലെയാണ് ഈ സംഭവം നിൽക്കുന്ന ആളാരാണ്? അത് സത്യം. അത് അവരെ സഹോദരി, അവരാണ് ഈ സ്ഥലം കൊടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ. പല്ല് തേച്ചിട്ട് വന്നാൽ മതി. ഉണ്ട്. വാ. അപ്പം കോടതി ഇവർക്ക് അനുകൂലമല്ലായിരുന്നു വിധി. അല്ല, അതെ. 50,000 നേരത്തെ കൊടുത്തിരുന്നു. 1,00,000 രൂപ ഇന്നലെ കൊടുക്കും. അപ്പൊ ഇന്നലെയായിരുന്നു വിധി. അപ്പൊ ഇന്നലെയാണ്. ഇപ്പൊ സത്യത്തിൽ അങ്ങനെ അവർക്കത് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് യാതൊരു വിധമായിട്ടുള്ള നഷ്ടമുള്ളൊരു കാര്യമല്ല. ഇവർക്ക് അത് 1,00,000 രൂപ കിട്ടുകയാണ് അല്ലേ? അതും കോടതിയുടെ തീരുമാനവുമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് വീടും കുടുംബവും വേറെ ഉണ്ടും താനും. പാസ്റ്റർ സംബന്ധിച്ച് അനാഥനൊന്നും അല്ല, വേറെ കുടുംബവും സെറ്റപ്പ് ഒക്കെ ഉള്ള ആളാണ്. അല്ല, മക്കളെല്ലാം വന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലല്ലോ എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുക? അങ്ങനെ പറ്റുള്ളൂ. 1,00,000 രൂപ ചുമ്മാ കിട്ടുമ്പോൾ കിട്ടുന്നതല്ലേ? ഇതിന് ഇത് കെട്ടി അല്ല, അവര് നേരത്തെ കൊടുത്തിരുന്നു ആ പൈസ. ആര് കൊടുത്തിരുന്നു? ഈ പാസ്റ്റർ കൊടുത്തിരുന്നു 1,50,000 രൂപ. അതിൽ 50,000 കോടതി വെച്ച് കൊടുത്തു. 1,00,000 രൂപ കൊടുത്ത ഉടനെ മാറി കൊടുക്കണമെന്ന് പറഞ്ഞു. ചേട്ടാ, ഈ 1,50,000 രൂപ അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്തുവാ? ഇവരിവിടെ സത്യനാ നമുക്ക് ചോദിക്കാം, അവരോട് മനസ്സിലാവുന്നില്ല. എങ്ങോട്ട്? അപ്പോൾ ഇതാണ് പ്രാർത്ഥനാലയം. ഈ പ്രാർത്ഥനാലയത്തില് ഏകദേശം 10-15ഓളം വിശ്വാസികളാണ് വരുന്നത് അല്ലേ? ഇത് ഏതെങ്കിലും ഈ ഭാഗത്തുള്ള പള്ളിയുടെ വകയാണോ? ഒന്നും അല്ലല്ലോ. അല്ലല്ലേ, ഇതൊരു പാസ്റ്റർ നടത്തുന്ന. ഇതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രാർത്ഥന സങ്കേതങ്ങൾ ഇവിടെ ഒരുപാടുണ്ടല്ലേ? ഇഷ്ടം പോലെ. വിളപ്പിശാല എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മുഖ്യമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം അവിടെ പാസ്റ്ററിന്റെ അപ്പൊ ഈ 2 അന്തേവാസികൾ ഇവിടെയാണോ ഇപ്പൊ താമസിക്കുന്നത്? അല്ലെ, ഒരാളിനെ ഇന്നലെ അവരെ മോളെ കൂടെ പോലീസ് കൊണ്ടുപോയിട്ട് അയച്ചെന്ന് പറഞ്ഞു.
അതിലുള്ള ഒരാളവിടെയാണ് ഇതിനകത്ത് മരിച്ചത്. ഓ അത് ശരി, കൂട്ടത്തിൽ മരിച്ചത്. എനിക്ക് തോന്നുന്നു പ്രായം കുറഞ്ഞ ആളാണോ മരിച്ചത്, കൂടിയ ആളാണോ മരിച്ചത്? കൂടിയ ആളെന്നാണ് തോന്നണത്. നമ്മള് കണ്ടില്ല, പണിക്ക് പോകാൻ വേണ്ടി വന്നപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി, കുറ്റിയിരുട്ട് കിണർ. അതെ അതെ അതെ. ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും തെങ്ങ് കയറാനും കാര്യങ്ങളിലും വേണ്ടി വരും. ഓ അത് ശരി. ഇവിടെ ഉള്ളവരെല്ലാരും തെങ്ങ് കയറാൻ വേണ്ടി വിളിക്കും. നിങ്ങൾ വിളിക്കും അല്ലേ? ഓ ഞാൻ തന്നെ ഇവിടെ അടക്കുന്നത്, അവര് മുറുപ്പ് കയറ. അപ്പം ഇതാണ് ചാനലുണ്ട്. ഉണ്ട് ചാനലിലുണ്ട്, കണ്ടിട്ടാ വന്നേ. അപ്പൊ ഇത് നല്ല വെള്ളത്തിന് ആഴമുള്ളതാണോ? അതെ, വെള്ളം താഴ്ചയാണ്. ഇത് പിന്നെ ആരാ ചേട്ടാ കണ്ടത്? വയോധികയായ മറ്റൊരു അന്തേവാസി കൂടി ഉണ്ടായിരുന്നു. ഈ അമ്മയാണ് കിണറ്റിൽ ഇങ്ങനെ വെള്ള തുണി കണ്ടത് ആദ്യമായി നാട്ടുകാരെ വിളിച്ച് കൂട്ടുന്നത്. യഹോവയിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഞായറാഴ്ചകളിൽ നടന്നു വന്നത്. ഏതാനും വീടുകൾ മാത്രമേ ഇതിൻ്റെ പരിസരത്തായിട്ടുള്ളൂ. പരിസരവാസികളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ പാസ്റ്ററോടൊപ്പം പ്രാർത്ഥനയ്ക്കായി പങ്കെടുക്കുന്നില്ല എന്നാണ് അറിവ്. ചേട്ടാ, ഈ 2 അന്തേവാസികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി എവിടെയാണ്? അത് പിന്നെ പള്ളിക്കകത്ത് തന്നെയാണോ അവർ കിടക്കുന്നത്? പള്ളിക്കകത്ത് തന്നെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ അടുക്കളയും സംവിധാനങ്ങളും ബാക്കിലുണ്ട്. ഇന്നലെ എത്ര മണിക്കാണ് ഇങ്ങനെ? ഇന്നലെ ഒരു 5:30 മണിയായി. എൻ്റെ ഇളയ സൗകര്യ വീട്ടിലാണ് പാല് വാങ്ങണം. അപ്പോൾ ഈ സൗകര്യ വീട്ടുകാരിക്കും പാല് വാങ്ങാൻ ചെന്നത്. അപ്പോഴാണ് പറയണത് ഈ കിണറ്റിനകത്ത് പാസ്റ്ററും ഒരമ്മച്ചയും ചാടി എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ഗവനിച്ചില്ല. രണ്ടാമത് കൂടെ മീൻ വിൽക്കാൻ വരും. അങ്ങനെ കണ്ടാണ് മീൻകാരനോട് പറഞ്ഞാണ്, പിന്നെ മീൻകാരൻ പറഞ്ഞാണ് പിന്നെ ആൾക്കാർ ഇവിടെ വന്നത്. നമ്മളൊന്നും സമയം ശരിയല്ല. പുറത്തുനിന്ന് കാണാമായിരുന്നു. കാരണം ഇവരെ ഈ അമ്മച്ചിയുടെ സാരി മാത്രം പൊങ്ങി. നീ അന്ന് ഞാൻ വന്നപ്പോ 5:30 മണിയൊക്കെ ആയി. വെളുപ്പ് 5:30 മണിക്കാണ് സംഭവം. കുറ്റിയിരുട്ട്. അപ്പൊ സാരി മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാ ഒരാളടിയിലും ഒരാളും സംഭവം ഒറ്റ ഈർക്കി പിടിക്കുക. അമ്മച്ചിക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും വയ്യാത്തൊരമ്മച്ചിയാണ്. ഇത് ഇങ്ങേരെ എടുത്തിട്ടിട്ടാണ് ഇങ്ങേരും ചാടിയത്. അമ്മച്ചി വീണു ഉറപ്പാക്കിയതിനു ശേഷം അതിന്റെ കാര്യം എന്തായിരിക്കും? കാര്യം വെച്ചാൽ ഇത് സംഭവം ഈ പ്രോപ്പർട്ടി ഇവരെ ഈ പാസ്റ്റർ വക അല്ല, വേറൊരു പാർട്ടിയുടെ വകയാണ്. പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വേറൊരു വകയാണ്. അപ്പോഴിങ്ങനെ മരിക്കുന്നേരം ആരാ നടത്തിയുള്ള വ്യവസ്ഥയാണ്. അപ്പോഴ് ഈ സംഭവ സ്ഥലം ഇതിന്റെ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടു ഇറങ്ങി കൊടുക്കാൻ. അപ്പോഴിത്തിരി ദിവസം ആരാധന നടത്തിയല്ലേ എന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോൾ ഇങ്ങനെ പിന്നെ ഇറങ്ങൂല. അങ്ങനെ കോടതി സമീപിച്ച് ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ പുറത്തുള്ളവർ പറഞ്ഞറിഞ്ഞ ന്യായപള്ളിയിലുള്ളതല്ല. അപ്പോൾ 1,50,000 രൂപ ഒരാഴ്ചക്കകത്ത് എന്തോ കൊടുത്തെന്ന് അറിവുണ്ട്. ഈ മരിക്കണേൻ്റെ അന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങാനും ബാക്കി 1 ലക്ഷം രൂപ കൊടുക്കാനും വാക്ക്. അങ്ങനെ അത് മനസ്സിലായി. ഈവൻ അങ്ങനെ ആണെങ്കിൽ കൂടി ഈ പണവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വസ്തു മുമ്പ് കൊടുത്തിരുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അമ്മൂമ്മയെ കൂടെ എടുത്തുകൊണ്ട് ചാടേണ്ട കാര്യമില്ല. അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന സംസാരിക്കുന്ന അമ്മച്ചിയും കൂടെ ഉണ്ട്. അവർക്ക് കുഴപ്പമില്ല. അവർക്കും സത്യത്തിൽ ബന്ധുക്കളും ഉണ്ട്. ഈ മരിച്ച അമ്മച്ചിക്കും ഉണ്ട്. അപ്പൊ അവരെ വന്ന് മക്കളെ എടുത്തോണ്ട് അവരെങ്ങനെയാണ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത്? ഈ പാസ്റ്റർ രണ്ടാമതൊന്നും അമ്മച്ചിയും സ്വാധീനിച്ച് മക്കളൊക്കെ അടിച്ചിറക്കിയപ്പോഴ് ഇത് എങ്ങനെയാണ് എനിക്കൊരു പിടിയില്ല ഈ അമ്മച്ചിയുടെ എങ്ങനെ വന്നെന്ന്. രണ്ടാമത്തെ അമ്മച്ചി പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് അങ്ങനെ അറിയിച്ചാണ് ഇങ്ങേരുടെ ഈ മരിച്ച പാസ്റ്റർ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോ അതാണ് ഒരാളെ കൂടി, അത് 2 പേരിൽ ഒരാളെ കൂടി കൊണ്ടുപോകാനുള്ള പാസ്റ്ററുടെ തീരുമാനത്തിന്റെ പിന്നിൽ എന്തെന്നാണ് അത് നമുക്കറിയത്തില്ല. ഊഹിക്കാൻ പോലും പറ്റില്ല. നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. അല്ലാന്നുണ്ട് അതാണ് ഇതില് ഞാൻ കാണുന്ന ദുരൂഹത. അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന കേസാണ്, നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ. പിന്നെ ഇങ്ങനെ ഈ പാസ് കാണിക്കുന്ന വെറും തെമ്മാടത്തിനോ മനസ്സിലായോ? അത് ഏത് രീതിയിലാണ്?
രാജനെന്ന് വെച്ചാൽ പലയിടത്തും കൂടെ അമ്മച്ചി എങ്ങനെ എടുത്തോന്ന് പറഞ്ഞ എന്തിന് ഇങ്ങനെ സ്വന്തമായിട്ട് ആരാണ് നടത്തിക്കൂടെ? അങ്ങനെയാണല്ലോ ഇതിനു മുന്നേ ചെയ്തത്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഒരാൾ എന്നോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒരു സഹായി എന്ന നിലയ്ക്കാണ് ഇതിലേതൊരു അമ്മച്ചിയെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലേ, രണ്ടുപേരെ കൊണ്ടുവരണ്ട. പിന്നെ ഒരാളൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. പിന്നെ അങ്ങനെ പറ്റി അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനാണ് നമുക്ക് തോന്നില്ല. പിന്നെ ഇങ്ങനെ സംസാരം ക്ലിയർ അല്ല, ശരിയുമല്ല. എന്നാലും നമുക്ക് മരിച്ചതിന് ശേഷം നമുക്ക് ഒരാളെ മോശപ്പെടുത്തിക്കൂടാ. അപ്പൊ ഇതിലെ ഈ ദുരൂഹത എന്ന് പറയുന്നത് ഇതാണ്. ഈ അമ്മച്ചിയും കൂടി ആദ്യം എടുത്ത് കിട്ടിട്ട് ഇങ്ങനെയും ചാടി രണ്ടിലൊന്നിനെ എടുത്തോണ്ട് പോയത് എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് ബൈബിൾ ഈ പള്ളി ഈ കിണറ്റിനടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ. അപ്പൊ തമാശ ചോദിക്കുന്നല്ല, ബൈബിൾ എടുത്തു, വിശ്വാസത്തോടും പിണങ്ങിയോ? അങ്ങനായിരിക്കണം. ഇന്നുവരെ നിലനിന്ന പുള്ളിയുടെ വിശ്വാസത്തോടും ആശയത്തോടും. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണ് ഇന്നലെയും മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഇന്നലെയാണ് കോടതി വിധി. ആ പേപ്പർ ഇന്നലെ അടക്കണമെന്ന് പറഞ്ഞത് ഇവിടെ അടക്കം. അങ്ങനെ ഇതിന്റെ സ്ഥലം അങ്ങനെ അതിലെ ഉടമസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ പറ്റില്ലെന്ന് പറയും. ഇവിടെ സ്ഥലമില്ലല്ലോ. വല്ല കുറിപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതൊന്നുമില്ല. അത് പിന്നെ പോലീസ് എടുത്തൊന്നും അറിയാൻ പറ്റും. പോലീസ് നിങ്ങളോടൊക്കെ ചോദിച്ച കൂട്ടത്തില് പിന്നെ ഇതിലെന്തെങ്കിലും അസ്വാഭാവികത, ദുരൂഹത? ആള് എടുത്തിട്ടിട്ട് അങ്ങനെ അവര് പറയണം അല്ലേ? അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും എന്തുകൊണ്ടാണ് ആൾക്കാർ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് കട്ട് തെരഞ്ഞെടുക്കുന്ന ഈ പള്ളിയിൽ നിന്ന് മാറാൻ പറയുന്ന വിഷയം. പള്ളിയിൽ നിന്ന് മാറാൻ പറഞ്ഞ ആള് കോടതിയാണ്. രണ്ടാമത്തത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ബന്ധുക്കളും അദ്ദേഹത്തിന് വീട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഫെനറൽ ഫംഗ്ഷൻ ഒക്കെ ചെയ്തത്. സൂപ്പറായിട്ടാ ചെയ്തത്. അല്ലാതെ അനാഥനായ നമ്മളിത് അറിയുമല്ലോ. അപ്പോ അനാഥനായിട്ട് സംസ്കരിച്ചല്ല. അപ്പൊ ആരോരും ഇല്ലാത്ത ഒരു പാസ്റ്റർ അല്ല ഇത്, എല്ലാരും ഉള്ള ഒരാളാണ്. ആ സാഹചര്യം വന്നിട്ട് ഒരു 15 വർഷം വരും. 12 വർഷമല്ലേ ചേച്ചി? ഈ ഇതുമായിട്ടൊക്കെ എവിടെ പോണു? ഈ വാളുമായിട്ടൊക്കെ അതിന് ഈ സംഗതിയാണ്. നോക്കിട്ടെ, നിക്ക്. അതെന്തുണ്ട് പേര്? നമ്മുടെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം പൂജപ്പുര. അപ്പൊ ഇതില് ദുരൂഹതയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ബൈബിളിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം തെറ്റിച്ച് ആത്മഹത്യ ചെയ്തു. ബൈബിളൊക്കെ പോലീസ് കൊണ്ടുപോയാ? എടുത്ത് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. വെള്ളമൊക്കെ എടുത്തോണ്ട് കുപ്പിയിൽ എടുത്തോണ്ട് പോയി. ഇവിടെ വരുന്ന വിശ്വാസികൾ 15-ലധികം പേരുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് ഇവിടെ. ഞായറാഴ്ച 15 പേരൊന്നും കാണൂല്ലേ, 5-6 പേരെ കാണൂ. എന്നിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഇവിടെ ആരാണ് നടത്തുന്ന ഈ മെയിൻ പാസ് അഡീഷണൽ പാസ് നെടുമുടി ആൽബി എന്ന് പറയും. അപ്പൊ എന്റെ സൗകര്യങ്ങളെ വിളിച്ച് ഇതുപോലെ സംഭവം നടന്ന് ഒന്ന് വരാൻ പറ. അപ്പൊ പറയാണ്, ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞത്? അതായത് പള്ളിയിൽ നടത്തുന്ന ആരാണ് ഒരു പാസ്റ്ററും കൂടെയാണ്, ചെറിയൊരു പാസ്റ്ററും കൂടെയാണ്. അപ്പൊ ചേച്ചി സംഭവം അറിഞ്ഞത് വിളിച്ചു, ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മോളെ ചായം കുടിച്ചോണ്ട് വിടാന്ന്. ഞാൻ ചോദിച്ചു, നീ ഇപ്പൊ എന്തിനാ വിടാന്നത്? നീ ഇപ്പൊ എന്തിനാണ് വിടാന്നത്? ഇരിക്കുന്നു. നമ്മള് സംഭവം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പള്ളിയിൽ ഒരു ഉത്തരവാദിത്തം ഉള്ളവനാണല്ലോ നമ്മൾ വിളിച്ച് പറഞ്ഞത്. ഇത് എല്ലാം കഴിഞ്ഞ് പോലീസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്ന കക്ഷിയും പാസ്പോർട്ട് എന്താ ബന്ധം? ആള് വിശ്വാസമായിട്ട് വന്നതാണ്. വിശ്വാസമായിട്ട് അസിസ്റ്റന്റ് പോലെ. അതെ, വന്നതാണ്. അപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നമുക്ക് അറിയുന്നവരുണ്ടോ? അതിന്റെ നെടുകുഴിക്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ സുരേഷിന്റെ വീട് എവിടെയാണ്? വെഞ്ഞാറമൂട് കല്ലറ അങ്ങോട്ട് ഉള്ളവനാ. പിന്നെ കാര്യങ്ങൾ അത് വസ്തു കൊടുത്ത ആളോ? അല്ല, ഇതിന്റെ ഈ പാസ്റ്റർ അഡീഷണൽ നടക്കുന്ന ഒരു അസിസ്റ്റന്റ് വെഞ്ഞാറമൂടാണ്. ഇതിന് എന്തെങ്കിലും പിരിവോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഓരോ ഞായറാഴ്ചയും ഇവിടെ ഉച്ചവരെ അത്രേ ഉള്ളൂ. വേറെ ശല്യമൊന്നും ഇല്ല. നാട്ടുകാർക്കൊന്നും ശല്യമില്ല. പിന്നെ മൈക്കൊക്കെ ബോക്സ് ഒക്കെ കെട്ടി വെച്ചിട്ടാണ്. അതാ ആറാന സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങ് ഓഫാകും. പ്രഭാഷണമൊക്കെ കേട്ടിട്ടുണ്ടോ പാസ്റ്ററിന്റെ? വല്ല പാമാളത്തിനമ്മ നമ്മളെല്ലാവരും
ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടുക്കളയിലൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ മേളിൽ നിന്നൊരു വിഷ്വൽ എടുത്തിട്ട് വരാം ഇങ്ങോട്ട്. അവിടെ ഇരുന്നോട്ട്. എല്ലാം വൈകുന്നേരം ഞാൻ ക്യാമറയിൽ തോർത്തത് സമസ്ത. എന്തൊക്കെ പറഞ്ഞാലുവേ നമ്മളപ്പോൾ ഒരു വ്യക്തിയാണ്. ചിലര് പൂജാരിയാവും, ചിലര് പാസ്റ്റർ ആവും, ചിലര് പള്ളിയിലെ പക്ഷെ ആ ബൈബിൾ എടുത്തോന്നറിഞ്ഞു എല്ലാ വിശ്വാസത്തിലും ഉണ്ടല്ലോ അത്. വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ എല്ലാ മതക്കാർക്കും എന്തോന്നാണ് കേട്ടോ ചേട്ടൻ ബൈബിൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ ചേട്ടൻ? അപ്പൊ ഇവിടെ കൂടിയ കൂട്ടത്തില് ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു ബൈബിളും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബൈബിൾ എന്ത് ചെയ്തു? ബൈബിള് എന്റെ ഇവര് ഫയർ ബോക്സ് എടുത്ത് ഇനി കരയ്ക്ക് കൊടുത്ത് പോലീസ് തന്നെ അകത്ത് ആ ചുമരിന്റെ അവിടെ ചാരി വെച്ച് വെള്ളം വാർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടി വെച്ച് ഈ ഡെഡ് ബോഡി എടുത്തപ്പോ ചേട്ടൻ കണ്ടായിരുന്നു? കണ്ടു. നമ്മളൊക്കെ എങ്ങാനും ഇടിച്ച് മുറിവോ ഏതെങ്കിലും ശരീരഭാഗത്തിൽ മുറിവോ? ഇല്ല, മറ്റേ അപ്പച്ചന് കുഴപ്പമില്ലായിരുന്നു. വേറൊരു വയസ്സായ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. ആ അമ്മമ്മയ്ക്ക് ഇവിടെ അതുകൊണ്ട് അവിടെ കല്ലൊക്കെ ഇരിക്കുകയില്ലേ, ചാടിയ അവസരത്ത് അവിടെയൊക്കെ കയറി അടിച്ചതായിരിക്കും. ഇവിടെ ചെറിയ മുറിവുണ്ട്. ഇവിടെ നീലാവില കിടന്ന് ഇവിടെ നിന്ന് ബ്ലഡും ചെറിയ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായി. ചാടിയത് തന്നെയല്ലേ? ചാടിയതായിരിക്കാം, അല്ല പിന്നെ നമ്മളൊന്നും കാണുന്നില്ലല്ലോ. പേരായിട്ടിരിക്കുന്നത് ബെദസ്ത പ്രാർത്ഥനാലയം. ബെദസ്ത പ്രാർത്ഥനാലയം. ഇല്ലല്ലേ, ഇവിടെ ഏവർക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം മതസ്ഥർക്കും വരാം. ഇങ്ങനെ ഇന്ന മതത്തിന് അല്ലെങ്കിൽ ഇന്ന സഭയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇവർക്ക് പ്രോപ്പർട്ടി കൊടുത്ത ടീം ഏത് മതത്തിൻ്റെതായിരുന്നു? അവര് CSI ആയിരുന്നു കൊടുത്തത്. ചേട്ടൻ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ഈ റോഡ് തിരിയുന്നതിന്റെ ആദ്യം കാണുന്നത് ഇവിടെ വലത് സൈഡിലാണ്. ഇല്ല, ജോലിക്ക് ഞാൻ കുറെ ആളുണ്ട്. ഈ സുഖമല്ല, കാട്ടിന്റെ അസുഖമുള്ള ഈ സഭയിലെ ചികിത്സിച്ച് പക്ഷെ ഓപ്പറേഷൻ നടത്തിയില്ല. ഇപ്പോഴും ഗുളിക കഴിച്ചോണ്ടിരിക്കുക. ബ്ലോക്ക് 4 വാൽവ്. ചികിത്സിക്കാത്തതിന് കാരണം ചികിത്സിക്കാന്ന് വെച്ചാൽ ചികിത്സ കൊണ്ടിരിക്കുക തന്നെ. ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, 2 അന്വേഷിക്കാൻ ആളില്ല. എനിക്ക് 3 പെൺമക്കളാണ്. ഭാര്യ മരിച്ചിട്ട് 13 വർഷമായി. അപ്പം എനിക്ക് 3 പെൺമക്കളെ 3 സ്ഥലത്തായിട്ട് അയച്ചു. ഇനി അവർക്കൊക്കെ വന്നു നിന്ന് അന്വേഷിക്കാനോ അവരെ കൂടെ എന്നെ കൊണ്ട് നിർത്തി ശിക്ഷിക്കാനുള്ള സാമ്പത്തികം അവർക്കൊന്നുമില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അപ്പോൾ ഒരു കാര്യം പോണത് വരെ പോയിട്ട് ഗുളിക കഴിച്ചോണ്ടിരുന്നാൽ മതി. അപ്പൊ ഈ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡെയിലി ആഹാരത്തിന് ചിലവെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കഴിയുന്ന എൻ്റെ ശേഷാരീതി സഹോദരിയുടെ മോളെ കൂടെയാണ് അവിടെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ മക്കളെ കൂടെയൊക്കെ ചെന്ന് നിൽക്കുക. അവിടെ നിന്ന് ആഹാരത്തിനും വേറെ എനിക്ക് നമുക്ക് വേറെ ദൂഷ്യമില്ല. റോഡരികിൽ ഒരു കട പോലെ എങ്ങാനും വെച്ച് കുറച്ച് ലോട്ടറി ടിക്കറ്റും ഒക്കെ തന്ന് ആരെങ്കിലും തന്ന അതിന്റെ ഒന്ന് ഇരുന്നൂടെ? ഒന്ന് ഇരിക്കാം, പക്ഷെ സംഗതി അതിനുള്ള സാമ്പത്തികം വേണ്ട. ആരെങ്കിലും ഫ്രീ ആയിട്ട് തരും. ലോട്ടറി എടുക്കണമെങ്കിൽ തന്നെ ഒരു ബുക്ക് എടുക്കണമെങ്കിൽ തന്നെ 10,000 രൂപയ്ക്ക് മുകളിൽ. ഇന്നാണെങ്കിൽ ഒരു ടിക്കറ്റ് 50 രൂപ. അങ്ങനെ നോക്കാൻ 10,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആരെങ്കിലും ഒരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ തുടങ്ങാമായിരുന്നു. ഒന്ന് തുടങ്ങാം. ഒരു ബുക്ക് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നാലും നമുക്ക് ചായ കുടിയിലെ കാര്യങ്ങൾ നടക്കും. ഒരു ഉച്ചവരെ എന്തോ ആണോ? അത് തന്നെ. അപ്പൊ ചേട്ടന്റെ പേരെന്ന് പറ. എന്റെ പേര് ശശി. ഞാൻ ഈ പള്ളിയിലെ പുരാതന ഒരു വിശ്വാസിയായിരുന്നു. എല്ലാം ആയിരുന്നു ഇവിടെ. ഇപ്പൊ പിന്നെ കുറെ നാൾ കൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ അങ്ങ് മാറി. വിശ്വാസത്തോട് ഇതായതോ ഇവരുമായിട്ട് ഇതായതോ എങ്ങനെ മാറാൻ? ഇല്ല, ഇവിടെ അപ്പച്ചനായിരുന്നാലും ശരി ചില സംസാരങ്ങളും പോക്കുകളും ഒക്കെ നമുക്കത് പറ്റാതെ വന്നു. അത് നമ്മൾ പറയുമ്പോൾ അതിന് നമുക്കെതിരായി മാറും. 85 ആൾക്കാർ ഇവിടെ സഭ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയാണ് ഈ. ഒന്നും രണ്ടും വരുന്നത് 85 പേര് ഈ സഭയിൽ ഞാനടക്കാം. അങ്ങനെ 85 പേര് നമ്മളിവിടെ ആരാധിച്ചോണ്ട് ഞാനടക്കം ആരാധിച്ചോണ്ടിരിക്കുന്ന സഭയായിരുന്നു. 85 പേരുണ്ടായിരുന്നു. 85 പേരുണ്ടായിരുന്നു, ആണും പെണ്ണുമായിട്ട്. അപ്പൊ വിശ്വാസികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് ഇവിടെ ആരാധിച്ചിരുന്ന സ്ഥലം. ഫാദർ ചെറുപ്പമായിരുന്നു ഒരു പക്ഷെ. ഇല്ല, അന്നും ഇന്നും ഇവിടെ വന്ന കാലം കൊണ്ട് പാസ്റ്റർ അന്നും ഇന്നും ഒരേ സെയിമാണ്.
ഏകദേശം എത്ര വയസ്സ് പ്രായം വരും ഇപ്പോ? ഇപ്പൊ ഒരു 82 വയസ്സ് വരും. ആണോ? ആ, അത്രയും പ്രായമുണ്ട്. ആ, എന്നിട്ട് ആരോഗ്യവാനായിരുന്നു. ആരോഗ്യവാനായിരുന്നു. ശരി. എടുത്ത് പൊക്കിയൊക്കെ വേണ്ടി വന്നാൽ ഇടാൻ പറ്റുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു 82 വയസ്സിൽ. 82 വയസ്സായെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാര്യം എന്താ ചെയ്യാ, ഇങ്ങേരെടുത്ത് ഇട്ടതാണോ മറ്റേ വയസ്സായ സ്ത്രീയെ, അതിൽ മാനസികമായിട്ട് ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ മാനസികമായിട്ടത് ഇതുകൊണ്ട് ഇനി എന്തായിരുന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സ്വയം കയറി ചാടിയതാണോ, അപ്പോൾ ഈ സൗണ്ട് അല്ലെങ്കിൽ കണ്ടും കൊണ്ടിട്ട് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി അപ്പച്ചെടുത്ത് ചാടി ഇദ്ദേഹം കൂടെ കാലുവഴി വീഴുന്നതാണോ, അത് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഈ അമ്മച്ചി സ്റ്റാർട്ട് ചെയ്ത ഒരു ദുരന്തമാണോ ഇതെന്നൊരു ഡൗട്ടുണ്ട്. കാരണം അമ്മച്ചി താഴെ പോയി കഴിഞ്ഞാൽ അതുകൂടി ഇദ്ദേഹത്തിന്റെ തലയിലാവും. ഒന്നത്. രണ്ടാമെന്ന് വെച്ചാൽ ഇയാൾ എങ്ങനെയെങ്കിലും ഈ ഇപ്പം അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ വിലയ്ക്കാവും. ഇയാളെടുത്ത് ഇയാളുടെ സംരക്ഷണം നിൽക്കുകയില്ലേ. അപ്പൊ മാധ്യമങ്ങൾ മൊത്തം അറിഞ്ഞ് ഇവിടെ 2 പേരുണ്ടെന്നുള്ളത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെ എടുത്തിടാൻ ഇവിടെ ആരുമില്ല. സത്യത്തില് ഈ കിണറിന്റെ ഒരു ആൾമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടി പോലും ഇല്ല എന്നുള്ളത്. ഇവിടുത്തെ ഹൈറ്റ് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാല് തന്നെ നമ്മുടെ മുട്ടിന്റെ അത്ര പോലും ഇല്ല. അപ്പൊ ഇവിടെ നിന്നായിരിക്കും അങ്ങോട്ടെടുത്ത് ഇങ്ങനെ ആയിരിക്കും. നമുക്കൊന്ന് ഇതിന്റെ ബാക്കിലോട്ടൊന്ന് ഇവിടെ സംവിധാനത്തിലെ അടുക്കളയൊക്കെ ഇവിടെ ഈ പ്ലാസ്റ്റിക് മറച്ചാണല്ലോ കെട്ടിയിരിക്കുന്നത്. അത് ഈ അപ്പച്ചന്റെ ബോധിയാണ്. ഇവിടെ പോയിരുന്നാലും ശരി 4 ചുറ്റും അവരെ കാമ്പൗണ്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർ വിലയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ 4 ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് കെട്ടുന്നവര്. 82 വയസ്സിലും അധ്വാനിയായിരുന്നു. ഇവിടെ ഒരുപാട് പണികൾ ഇങ്ങനെ ഇങ്ങനെ പോയി. ഇവിടെയൊക്കെ ആയിരുന്നോ അവരുടെ വർക്ക് ഏരിയ എല്ലാം ഇരിക്കലും കിടക്കലും. ഇവിടെ ഒരു കുഞ്ഞ അടുക്കളയൊക്കെ ഉണ്ട് അല്ലേ? ഈ അടുക്കളയില് ഇന്നലെ വല്ലതും വേവിച്ച് വെച്ചിരുന്നോ? ഇല്ല, ഇന്നലെയൊന്നും വേവിച്ചൊന്നും വെച്ചിട്ടില്ല. ഉടുപ്പ്, ബാത്റൂം. ഇന്നലെ ആരൊക്കെ കയറിയെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ നടന്നിരിക്കുന്നു. എന്ത് കള്ളന്മാരും എല്ലാം കയറിയെന്ന് പറഞ്ഞ എനിക്കൊരു സംശയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പാസ്റ്ററുടെ ഉടുപ്പ് പാസ്റ്ററുടെ ഒരു അലമാരയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അത് എന്തുകൊണ്ടായിരിക്കും പിന്നെ ഇതൊന്ന് സീൽ ചെയ്യാതെ പോയെന്ന് മനസ്സിലാവില്ല. ആര്? പോലീസ് ഇതൊന്നും സീൽ ചെയ്തിട്ടില്ല. ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് കവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്ന് സീൽ ചെയ്തിട്ടല്ല പോയില്ല. അപ്പം ഇവിടെ ചേട്ടാ എന്താണത്? ഇത് ചോറ് വെച്ചതാണോ? ഇത് ഇന്നലെ പക്ഷെ അവർ 5:30 സംഭവം നടന്നിരിക്കാം. വെളുപ്പാൻ കാലത്ത്. ഇത് മെനഞ്ഞാന്നെന്തരാ വെച്ചതിന്റെയാണ്. ഒന്നുമില്ല കേട്ടോ. ചായ ഇട്ട കാല വെളുപ്പാൻ കാലത്താ നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗില് ഒരു 4:30 5 മണിക്കോ ആയിരിക്കും ഇത് സംഭവിച്ചത്. 5 മണിക്കാണ് സംഭവം എന്ന് പറഞ്ഞു. ആണോ? കൂടെ വേറൊരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ഇവിടെ ഒരു കുഞ്ഞടുക്കള ഇങ്ങോട്ടൊരു ഏരിയ ഇങ്ങനെ അത് ഗ്യാസ് വെച്ച് കത്തിക്കണം അടുക്കള അകത്ത്. ഇത് വിറക് വെച്ച് തീ കത്തിക്കുന്നത്. എന്താണാവോ ജീവിതങ്ങളല്ലേ? തന്നെ. പോ ചേട്ടാ പോ. അപ്പൊ ഞങ്ങൾ 2 പേരും ഇവിടെ വന്ന് കയറിയതേ ഉള്ളൂ. ഒന്നും തൊട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അത് സീൽ ചെയ്യാതെ പോയിരിക്കുന്നു. പാസ്റ്ററിന്റെ അലമാരെല്ലാം അവിടെ ഉണ്ട്. ചേട്ടാ പാസ്റ്ററിന്റെ അലമാരയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും സീലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ സാധനം അങ്ങനെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെയല്ല, ഒരു ഇതുണ്ട് റിബൺ ഡോണ്ട് ക്രോസ് ദ സീൻ എന്നും പറഞ്ഞിട്ട് പോലീസ് പിടിച്ച് കെട്ടിയിട്ട് പോകും. അല്ലെങ്കിൽ കള്ളന്മാർ കയറത്തില്ലേ? എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി എല്ലാം വാരി. നിങ്ങൾ കണ്ടോ അവിടെ വാരി പുറത്തിട്ടേക്കുന്നു? പോലീസാണോ? അല്ലേ? മൊത്തം കവറുകളെല്ലാം പോലീസ് ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം
അമ്മ ഇവരാര്? ആ അപ്പൊ പിന്നെ നമുക്ക് പോയാലോ? ഞങ്ങളെന്നാ എന്തോ എന്താ ചേച്ചി ചോദിക്കണേ? ആശുപത്രി പോണോ? ഏതിന്റെ? ആശുപത്രി പോണേ. ആ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുക്ക്. ആശുപത്രി പോണല്ലോ. പോണില്ല നാളെ. ഓ എന്തിനാ ചേച്ചി ആശുപത്രി പോകണ്ടേ? നാളെ നാളെ അച്ഛനാണ് അത് ഇങ്ങിരിക്കുന്നു. മനസ്സിലായോ? ഇതാ ഇട്ടിരിക്കുന്നു. അത് പാസ്സായി നമ്മള് പായ അമ്മമ്മ നിൽക്കാണ്. എന്ത് സംസാരിക്കാത്താണോ എന്തെങ്കിലും അസുഖമാണോ? ഇങ്ങനെ പാസ്റ്റർ വീണു. അമ്മമ്മ പിന്നെ അമ്മൂമ്മയും വരുന്നു. പാസ്റ്റർ ഇനിയില്ല. ഇനിയില്ല. ഇനി ഹോസ്പിറ്റലിലൊന്നും പോണ്ട. പപ്പന് പോകും. ഓക്കെ ഓക്കെ. ഇനി പാസ്റ്ററിനെ കാണാൻ പറ്റൂല കേട്ടാ. ആ ഈ അവിടെ പിന്നെ ഈ നാട്ടുകാരെങ്കിലും അവിടെ എന്തെങ്കിലും എടുത്തൊന്ന് പൊക്കി വെക്കണം. എന്തറിയാമോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര എളുപ്പം കാലങ്ങ് പോവാൻ. പേടി തോന്നും. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ്. ഇപ്പൊ കൊച്ചു പിള്ളേരൊന്നും ഇല്ലല്ലോ ആ വീട്ടിൽ. ഇങ്ങോട്ട് വരാൻ ഇല്ലല്ലേ? ഈ സൈഡിലോട്ടൊന്നും വരല്ല കേട്ടാ. അവിടെ ഈ കിണറ്റിന്റെ അങ്ങോട്ടൊന്നും വരരുത്. ഓ കണ്ടോണ്ട് വന്നാ. ശരി ശരി. അമ്മാമ്മ പാവമായിരുന്നാ? സംസാരിക്കുവോ ചേച്ചി? അമ്മാമ്മയോട് സംസാരിച്ചിട്ടുണ്ടാ? ഈ അപ്പൂപ്പനാ സംസാരിക്കുവോ? അത് എന്നെ എടുത്തിട്ടാണ്. അപ്പൂപ്പോ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേ? മഴ മഴ ഇവിടെ. അപ്പൂപ്പ ഇവിടെ ഉള്ള ആളാ? ഓ ശരി ശരി. അപ്പൊ ശരി കേട്ടാ, മഴ വരണം. എല്ലാവരും പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മച്ചി ഡെയിലി പിന്നെ കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നു പാസ്റ്ററിന്. അപ്പോൾ കട്ടൻ ചായ ഇടാൻ വേണ്ടി അമ്മച്ചി പിന്നെ കിണറ്റിൽ ചെന്ന് വെള്ളം കോരാൻ നോക്കിയപ്പോൾ ഒരു വെള്ള തുണി കിടക്കാനുണ്ട്. വെള്ള തുണി കണ്ടപ്പോൾ പിന്നെ അവർ തൊട്ടിയിട്ടിട്ട് നീ കയറി പോകും. ആ അമ്മച്ചിക്ക് അല്പം ആരോഗ്യമുണ്ടല്ലേ? എനിക്കതിന് പിന്നെ നല്ല ഇവരെ കാട്ടി നല്ല ആരോഗ്യമുണ്ട്. നടന്നാണ് അവിടെ നിന്ന് ഇവിടെ വരികയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത്യാവശ്യം വീട്ടിലെ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന കാര്യങ്ങളും ചെയ്യാം. നല്ല പ്രായമുണ്ട്. എന്നിരുന്നാലും ഏകദേശം എത്ര വയസ്സ് പ്രായം? 10-15 അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ആ വീഡിയോയിൽ കണ്ടില്ലേ? മഴ ശക്തി പ്രാപിച്ചു. വാർദ്ധക്യം മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നു. വഴിയോരങ്ങളിൽ ചെറുകച്ചവടങ്ങൾ, ലോട്ടറി, അങ്ങനെ മെഴുതിരി പോലെ വെളിച്ചം മങ്ങുന്ന കാഴ്ചകളിൽ എന്നോടൊപ്പം കൂടിയ പലരുമുണ്ട്. അശരണരായവർ, നിരാലംബരായവർ. പണം വലിയൊരു സത്യമാണ്. സംഘങ്ങളായിരിക്കുവാൻ സഹായിക്കുന്ന മാഗ്നറ്റ്. അതില്ലെങ്കിൽ മരണത്തിന് പോലും വേണ്ടാത്തവരായി മാറുന്ന കുറേയധികം മനുഷ്യരെ കണ്ടു. ഒരു ദിവസം ഒരു യാത്ര, ഒപ്പം കുറേ മനുഷ്യജീവിതങ്ങളിലൂടെയുള്ള നീണ്ട യാത്ര. ആ യാത്രയിൽ മനസ്സ് വിതുമ്പുന്ന ഓർമ്മകളിൽ നിന്ന് നമ്മൾ തിരികെ പോവുകയാണ്. സ്നേഹപൂർവ്വം സാഫ്രോൺ.